ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഹൈ റിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 37 പ്രതികൾ ഉള്ള കേസിൽ ഇതുവരെ കമ്പനി ഉടമ KD പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. 1651 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഡാനി പോൾ ഉണ്ട്. ഡാനി, 1600 കോടിയുടെ കള്ളപ്പണ ഇടപാട്, പക്ഷേ അതിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഒരാൾ മാത്രം. ഏത് നിലയിലായിരിക്കും ഈ രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണം വിപുലീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇതിൽ ഒന്നാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ച നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് വലിയൊരു രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്നൊരു വിമർശനവും ശക്തമാണ്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 37 പ്രതികളുണ്ടായിരുന്നു. അതിൽ കമ്പനി ഉടമ KD പ്രതാപന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീനി പ്രതാപൻ ഉൾപ്പെടെ മറ്റ് 36ഓളം പ്രതികളുണ്ട്. ഇവരെ ചോദ്യം ചെയ്തെങ്കിൽ പിന്നീട് അറസ്റ്റോ മറ്റ് നടപടികളിലേക്കോ ഒന്നും തന്നെ പോയിട്ടുമില്ല. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ EDയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ പ്രതികളിൽ പലരും തന്നെ ഉൾപ്പെട്ടിട്ട് മറ്റൊരു കമ്പനിക്ക് രൂപം നൽകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായിട്ട് ED കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇവർ നിരവധിയായ വസ്തുവകകൾ, സ്വത്തുക്കളെല്ലാം തന്നെ മരവിപ്പിച്ചിരുന്നു. ആകെ 277 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചതായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായിട്ട് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത രീതിയിൽ അടക്കം EDയുടെ അന്വേഷണം ചെന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോഴാണ് മറ്റൊരു കമ്പനി എന്നൊരാശയത്തിലേക്ക് പോവുകയും അതിന് ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ടും ED ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്ന രീതിയിലേക്ക് ED അന്വേഷണം കൊണ്ടു ചെല്ലുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതികളിൽ ബാക്കിയുള്ളവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് ED ലക്ഷ്യമിടുന്നത്. വൈകാതെ അവരൊരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. 1000 കോടി രൂപ ഇവർ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്നതാണ്. അത് പല വഴികളിലൂടെ ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യതകൾ അടക്കം ഉപയോഗപ്പെടുത്തിയെന്ന നിഗമനം EDക്കുണ്ട്. അപ്പോൾ ഈ പല രീതിയിൽ തന്നെ ഇങ്ങനെ വിദേശത്തേക്ക് പണം കടത്തിയതായിട്ടും എല്ലാം തന്നെ EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവർ നടത്തിയത് കള്ളപ്പണം വെടിപ്പിക്കലല്ല, കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ തട്ടിയെടുക്കാൻ, ആളുകളെ പറ്റിക്കുക എന്ന രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയതും. ആളുകളിൽ നിന്ന് വൻതുക ഈ രീതിയിൽ തന്നെ പല വാഗ്ദാനം നൽകിയും സമാഹരിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ഈ തുക പല രീതിയിലേക്ക് മറ്റിടങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് EDയുടെ അന്വേഷണത്തിൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും തുടരന്വേഷണത്തിലേക്ക് ED കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റു പ്രതികളെ ഇതിൽ കമ്പനി ഉടമയുടെ ഭാര്യ ഉൾപ്പെടുന്ന പ്രതികളെ എല്ലാവരെയും തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം നടക്കുന്നത്. ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. വൈകാതെ തന്നെ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മണി ചെയിൻ മാതൃകയിലാണ് ഇവരുടെ ഒരു സംരംഭം വിജയിപ്പിച്ചത്. ഇത് സൂപ്പർ മാർക്കറ്റ് ശൃംഖല അടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആയിരുന്നു ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുകയും തുടക്കത്തിൽ ഇതിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ വരികുമ്പോൾ അതങ്ങനെ സംഭവിക്കില്ല, അത് മറ്റു ചില ബിസിനസ് ശത്രുക്കൾ പരത്തുന്നതാണ് എന്ന രീതിയിലായിരുന്നു ഇവർ ഇടപാടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത്. ഇതിലൂടെ സമാഹരിച്ച പണം പല മേഖലയിലേക്ക്, OTT പ്ലാറ്റ്ഫോം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അത് കാണിച്ചുകൊണ്ട് മറ്റു പലരിൽ നിന്ന് പണം സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അങ്ങനെ വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പാണ് ഹൈ റിച്ച് നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പതിപ്പ് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ഇവർ ശ്രമം ആരംഭിച്ചിരുന്നു. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ED ഇപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. തീർച്ചയായും അവിടെ ഡാനി സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഈ ഹൈറിച്ചിന്റെ ഒരു വളർച്ച അവരുടെ വലിയ തകർച്ചയിൽ നിന്ന് അവർ പിന്നീട് ഉയർന്നു വന്നതാണ്. പിന്നീടുള്ള ഇവരുടെ ഒരു വളർച്ച എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നല്ലോ. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ 70-80ഓളം ഷോപ്പുകൾ, രാജ്യത്ത് ഏതാണ്ട് 600-ലധികം ഷോപ്പുകൾ. അതിനിടെ GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റിലാകുന്നു. 125 കോടിയുടെ GST തട്ടിപ്പ്. അതിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷവും ഇവർ തട്ടിപ്പ് തുടർന്നു എന്നുള്ളതാണല്ലോ. ഈ GST മാത്രമായിരുന്നു പ്രശ്നമെന്നാണ് എല്ലാവരും ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്. എങ്കിൽ അങ്ങനെയല്ല. ഇത് വലിയ തട്ടിപ്പ്, ഈ 1600 കോടിയുടെ തട്ടിപ്പ് എന്നത് അത്രമേൽ വലുതാണ് എന്ന് കണ്ടെത്തുമ്പോൾ ED മാത്രമാണോ ഇപ്പോൾ പ്രധാനമായും ഇതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത്? നിലവിലെ അന്വേഷണം EDയാണ് കേന്ദ്രീകരിക്കുന്നത്. കാരണം ഈ പണമിടപാട് സംബന്ധിയായ കാര്യങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം എത്തേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസികളിൽ EDയാണ് ഇത് അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ അറസ്റ്റ് വിവരങ്ങൾ, പോലീസിൻ്റേതടക്കമുള്ള നീക്കങ്ങൾ
ചോരുന്നു എന്നതടക്കമുള്ള ഒരു പരാതികളെല്ലാം തന്നെ ഉയർന്നിരുന്നു. EDയുടെ അന്വേഷണം രീതികൾ ചോർത്തുന്നു, അതെല്ലാം തന്നെ പരസ്പരമുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങളായെല്ലാം തന്നെ നിലനിന്നിരിക്കുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു ഈ അന്വേഷണം സംബന്ധിച്ചിടത്തോളം. പലതവണ ഈ കമ്പനി ഉടമ KD പ്രതാപനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീനി പ്രതാപനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ED പലതവണ നടത്തിയിരുന്നു അവരെ. പക്ഷേ അതെല്ലാം പലപ്പോഴും ഇവരെ എത്തുന്ന വിവരം അറിഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അങ്ങനെ ഈ EDയുടെ എല്ലാം തന്നെ നീക്കങ്ങൾ ഇവർക്കെല്ലാം തന്നെ ലഭിക്കുന്നു എന്ന പരാതിയും നിലനിന്നിരുന്നു. ഇതിനിടയിലാണ് ED അവർക്ക് നോട്ടീസ് നൽകുകയും ഇവരെ വിളിച്ചു വരുത്താനുള്ള ശ്രമം നടക്കുകയും തുടർന്ന് ഹൈക്കോടതിയിലേക്കടക്കം ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും അത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഹൈറിച്ച് കേസ് സജീവമാകുന്നു എന്നത് തന്നെയാണ്. കാരണം അതിൽ ഈ കമ്പനി വീണ്ടും മറ്റു പല വഴികളിലൂടെയും തന്നെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഇവർ നടത്തിയിരുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ തളർന്നു നിന്നിരുന്നെങ്കിലും പിന്നീട് പുതിയ മാർഗങ്ങൾ അതെല്ലാം തന്നെ തട്ടിപ്പിൻ്റെ മാർഗങ്ങളായിരുന്നുവെന്ന് വളരെ വൈകിയാണ് സമൂഹം തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും നിരവധി പേർക്ക് പണം നഷ്ടമാകുകയും ചെയ്തു. പല മാർഗങ്ങളിലൂടെ തന്നെ ഇവരെ ആകർഷിച്ചു നിർത്താനും, അതായത് വലിയ രീതിയിലുള്ള തുകകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് മറ്റ് നിക്ഷേപകരെ പിടിച്ചു നിർത്തുന്നതിനെല്ലാം തന്നെ സഹായിച്ചു. ഓർക്കുക, ഇതിൽ ആദ്യഘട്ടത്തിൽ ED അന്വേഷണത്തിലേക്കും പോലീസും എല്ലാം തന്നെ കടക്കുമ്പോഴും അപ്പോഴും നിക്ഷേപകരോട് ഇവർ പറഞ്ഞത് തങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ തുകകൾ നൽകാനും കാര്യങ്ങളും എല്ലാം തന്നെ കഴിയുമെന്ന് തന്നെയാണ്. നിക്ഷേപകർ പോലും ഈ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ എതിർത്ത് പറഞ്ഞിരുന്നൊരു സമയമുണ്ടായിരുന്നു. പിന്നെയും സമയം വൈകിയിരുന്നു അവർക്ക് തിരിച്ചറിവിലേക്ക് എത്താനായിട്ട്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. പക്ഷെ മറ്റ് അറസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അതിനുള്ള ഒരു സമയത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെയാണ് നിലവിൽ EDയുടെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അഭിലാഷ്, എന്തായാലും ഹൈറിച്ചിൽ അന്വേഷണം മരവിച്ചു പോയോ? എന്തുകൊണ്ട് ഈ പ്രതികളിലേക്ക് എത്തിപ്പെടുന്നില്ല? പ്രതികൾക്ക് ഉന്നത ബന്ധങ്ങളുണ്ടോ? അങ്ങനെ പല സംശയങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന തട്ടിപ്പാണ്. എന്തുകൊണ്ടാണ് അതിൽ പ്രതികളിലേക്ക് എത്താത്തത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഈ അന്വേഷണം കൂടുതൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നത്.